ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസകൾ കൊണ്ട് മൂടി ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പ്രസിഡന്റ് ട്രംപ് അല്ല പറഞ്ഞത്, മാർക്കോ റൂബിയോ ആണ് പറഞ്ഞത്. പ്രസിഡന്റ് ട്രംപിനേക്കാൾ വാല്യൂ അല്ലെങ്കിൽ കുറെ കൂടി പ്രാധാന്യമുള്ള, കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് മാർക്കോ റൂബിയോ നടത്തുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. പ്രസിഡന്റ് ട്രംപിനേക്കാളും JD വാൻസിനേക്കാളും മാർക്കോ റൂബിയോയുടെ വാക്കുകൾക്ക് ലോകം കാതോർക്കുന്നുണ്ട്. മോദിയെക്കുറിച്ച് എന്താണ് മാർക്കോ റൂബിയോ പറഞ്ഞത് എന്നല്ലേ? മാർക്കോ റൂബിയോ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെയും വലിയ ആരാധകരാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. ആഗോള തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു ആഗോള ശക്തിയായിട്ട് ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാചകം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യമാണ്. അതോടൊപ്പം ഇന്ന് ഇന്ത്യയെ ഈ വിധത്തിൽ ശക്തമാക്കിയ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പ്രാധാന്യവുമാണ്. പ്രസിഡന്റ് ട്രംപ് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട്, മോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എങ്കിൽ, തുടർന്നും നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്ക് തന്നെ പോകും. അടുത്തു വരുന്ന ആളുടെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. അമേരിക്ക ഇന്ത്യക്ക് എന്തൊരാവശ്യം വന്നാലും ഉണ്ടാവും. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, പക്ഷേ മോദി ഉള്ളിടത്തോളം കാലം അടുത്തൊരാൾ വരുമ്പോൾ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതായത് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇന്ത്യക്കകത്തുണ്ടായ ഒരു ബ്രാൻഡ് ഇന്ന് ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും അടക്കം ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന് നമുക്ക് വ്യക്തമായും പറയാം. അമേരിക്കയുടെ ആരാധനയോ ട്രംപിന്റെയും മാർക്കോ റൂബിയോയുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് നമ്മൾ അവഗണിക്കപ്പെട്ടിരുന്നു എന്നിടത്താണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ലോക നേതാക്കൾ അവഗണിച്ചിട്ടുണ്ട്, പിന്നിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, പരിഗണിക്കാതിരുന്നിട്ടുണ്ട്, ഒരു വാല്യൂം കൊടുക്കാതിരുന്നിട്ടുണ്ട്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ അതൊക്കെ കണ്ടിട്ടുള്ള നമുക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. അക്കാലത്ത് ഫേസ്ബുക്കിന്റെ തരംഗമാണ് ഇന്ന് ഇൻസ്റ്റഗ്രാം പോലെ. ആ സമയത്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരിച്ചവരായിരിക്കും ഇന്നത്തെ ഓരോരുത്തരും. സോ അങ്ങനെ കണ്ടുവന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് വളരെ ബഹുമാനത്തോടെയും ആരാധനയോടെയും അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും യൂറോപ്യൻ നേതാക്കളും ഒക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ അഭിമാനം തോന്നും, ചിലപ്പോൾ അല്പ അഹങ്കാരവും തോന്നും. കാരണം നമ്മളെ അവഗണിച്ചിട്ടവരാണെന്നേ. ഈ പാശ്ചാത്യ ലോകം, വെസ്റ്റേൺ വേൾഡ് ഇന്ത്യയെ അവഗണിച്ചവരാണ്. ഇന്നും അവിടുത്തെ മാധ്യമങ്ങളും ചില കൊളോണിയൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരും നമ്മളെ തരം താഴ്ത്താനും പരിഹസിക്കാനും ഒക്കെ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. നമുക്കെതിരെ വർണ്ണ വിവേചനം കൊണ്ട് മനസ്സിൽ നടക്കുന്ന, ബ്രൗൺ സ്കിൻ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന, അത്രയും മനസ്സ് വിഷലിപ്തമായിട്ടുള്ള ഒരു കൂട്ടർ അവിടെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരിൽ തന്നെ യോഗ്യരെന്ന് കരുതുന്ന കുറെ ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നു, അദ്ദേഹത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അതിനകത്ത് സന്തോഷിക്കാവുന്നതാണ്. കാരണം ഇവരുടെ ആരുടെയും ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് നമ്മളെ പുച്ഛിച്ചവർ തന്നെ ഇത് നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിക്കുള്ളത് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. KGF എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതിലൊരു ഡയലോഗുണ്ട്, ശക്തരായ ആളുകൾ ശക്തമായ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ആ ചരിത്രത്തിന് തെറ്റുപറ്റി. ശക്തരായ ആളുകളാണ് ഒരു സ്ഥലത്തെ ശക്തമാക്കുന്നത്. ഈ ഒരു സിനിമാ ഡയലോഗ് പ്രധാനമന്ത്രി മോദിയുടെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. ഹിസ്റ്ററി ടെൽസ് us that powerful people coming from powerful places. History was wrong. Powerful people make places powerful. ഈ ഒരു ഡയലോഗ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ മോദിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ആപ്റ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിയുടെ ഇന്ത്യ മൻമോഹൻ സിംഗിന്റെ ഇന്ത്യയിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്ത്യയാണ്. രണ്ടാമത് നമുക്കറിയാമല്ലോ, അശോക ചക്രവർത്തി ഭരിച്ചിരുന്ന രാജ്യമാണ് നമ്മുടേത്. ഗ്രീക്കുകാരടക്കം ലോകത്തെ എല്ലാവരും അശോകന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്തുണ്ടായി? മറ്റു ഭരണാധികാരികളുടെ കാലത്ത് ആ പ്രതാപം നമുക്കുണ്ടായില്ല. അപ്പോൾ ഒരു ഭരണാധികാരി തന്നെയാണ് ഒരു രാജ്യത്തെ ശക്തമാക്കി മാറ്റുന്നത് എന്നത് ഒരിക്കൽ കൂടി തെളിയുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻകാലങ്ങളിൽ ഒരു ലീഡറിനും കിട്ടാത്ത ജനകീയ പിന്തുണ അല്ലെങ്കിൽ ലോക നേതാക്കൾക്കിടയിൽ പിന്തുണ ഇന്ന് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.